Who is this? We don't know much about him, sir. His name is Alexander. But his character, his past, his motive, everything unknown, sir. സത്യത്തിൽ ഈ അലക്സാണ്ടറെ കുറിച്ച് ആർക്കും ഒന്നും വ്യക്തമായിട്ട് അറിയില്ല, സർ. ഈവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും. ബട്ട് വൺ തിങ് ഇസ് ഷുവർ, സർ. ഇവിടുത്തെ ഏത് പൊളിറ്റീഷ്യനേക്കാളും ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ള ആളാണ് ഈ അലക്സാണ്ടർ. അയാളുടെ ബിസിനസിനെ കുറിച്ചോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചോ ഒന്നും നമുക്ക് അറിയില്ല, സർ. ആശുപത്രികൾ തുടങ്ങി അനാഥാലയങ്ങൾ വരെ ഇതിൽ പെടുമെന്ന് പറയുന്നു. ബട്ട് വി ഡോണ്ട് നോ. We don't know. Then what do you know about him? Only one thing, sir. He's a different man with different moods and tastes. അലക്സാണ്ടർ വരുന്നു. നീ അകത്തു. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? സോറി മിസ്റ്റർ അലക്സാണ്ടർ. നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയും എന്നേക്കാൾ പരിചയം നിനക്ക് തന്നെയാ. അതെ, തെരുവിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ആ തെരുവ് തെണ്ടിത്തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ വീണ്ടും എന്നെ കൊണ്ട് ആ തെണ്ടിത്തരം എടുപ്പിക്കരുത്. വരട്ടാതെ. നിന്നെ കണ്ടാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, നീ പറയുന്നതിനുള്ള ഏറാൻ മൂളുന്ന തെരുവ് തണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല കൃഷ്ണദാസ്, ഐ എം സീരിയസ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരിയസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. എനിക്കറിയാം, നീ മിടുക്കനാ, എന്തിനും പോന്നവനും. അല്ലെങ്കിൽ മലേഷ്യൻ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അതും ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കടത്താൻ ആര് ധൈര്യപ്പെടും? പേടിക്കണ്ട, അതെല്ലാം നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ എത്തും. ആളും ബലവും മിടുക്കുമുള്ളവനല്ലേ നീ. അവരെ കൊണ്ട് നീ ഇതെല്ലാം നിന്റെ ഗോഡൌണിൽ നിന്ന് എത്തിക്കേ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എന്റേത്. കണ്ണുകെട്ടി കളിക്കുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് കാണാം. മിസ്റ്റർ അലക്സാണ്ടർ, ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട്? നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത്, ഓക്കെ? ദിസ് ഈസ് അവർ എയർപോർട്ട്. വന്നു പോകുന്ന യാത്രക്കാരെക്കാൾ കൂടുതൽ കസ്റ്റംസ് ഓഫീസേഴ്സും സെക്യൂരിറ്റി ഗാർഡ്സും ഉള്ള സ്ഥലമാണ്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വേണം.
ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും കസ്റ്റംസ് ഓഫീസേഴ്സിന്റെയും കണ്ണുവെട്ടിച്ച് സാധനം എങ്ങനെ പുറത്ത് കടത്താം എന്നാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഇംപോസിബിൾ. നമ്മൾ ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരുന്ന ഒരു ബാഗേജ് പോലും ചെക്കിംഗ് കഴിയാതെ പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഇതെല്ലാം തരണം ചെയ്ത് പുറത്ത് കടന്നാൽ ലുക്ക് ഹിയർ, ദിസ് ഈസ് ദ എയർപോർട്ട് ബിൽഡിംഗ്. ബിൽഡിംഗിൽ നിന്നും മെയിൻ ഗേറ്റിലേക്കുള്ള ദൂരം ഏകദേശം 300 to 400 മീറ്റേഴ്സ് വരും. അതായത് ബിൽഡിംഗിനടുത്ത് നിന്ന് എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ കാവൽ നിൽക്കുന്ന പോലീസുകാരന് ഗേറ്റ് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഗേറ്റിലെ പോലീസുകാരന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. സോ എവറിഥിങ് ഈസ് പ്ലാൻഡ് അക്കോർഡിംഗ്ലി. നൗ യു ക്യാൻ പ്രൊസീഡ്. സാറേ ഞാൻ തന്നെയാണ് 34. വാതിൽ വെളിയിൽ നിന്ന് കൂവയാണ് വേണ്ടത്. ആ ഗെറ്റിൻ Come on. Once again, I am starting from the basic economic systems. The economic system can be defined as some total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സർ. സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ. ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, What? sir, I have a doubt. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കില്ലേ? എന്താ തന്റെ ഒരു ഡൗട്ട്? സാറേ, ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ. അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ 3 രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു. പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created 2 classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Thank you, thank you. അയാളെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്? അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പോക്രിത്തരം പറയുന്നു. കേട്ടോ പുറത്ത്. സാർ, ഐ സേ ഗെറ്റ് ഔട്ട്. മൃദുല മിസ്, മീറ്റ് മിസ്റ്റർ ജോണി വാക്കർ. ന്യൂ അഡ്മിഷൻ ആണ്. മിസ് ശരിക്കും ചേട്ടാന്ന് വിളിക്കണം. Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly galleon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the olden door.
I'll come to thee by moonlight. Thou hell should bar the way. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കും ഇതൊരു തമാശയായിട്ടേ തോന്നൂ, എനിക്കൊഴിച്ച്. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ എം റിയലി സീരിയസ്.